ഗായ്സ് അങ്ങനെ അവസാനം നമ്മളുടെ പുഷ്പ 2 അല്ലു അർജുൻ്റെ പുഷ്പ 2 ദ റോൾ ഇന്ന് റിലീസായിരിക്കുകയാണ്. താഴത്തില്ലടാ മോനെ, ഇതാണ് പടം. ഇജാതി പടം. എന്താ പടം? ഇതിനൊക്കെ എന്താണ് നെഗറ്റീവ് പറയാൻ പോയിട്ട് ഊ ഊ വാവ് 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 ആ ലെവലിൽ തോന്നിക്കുന്ന പടം. എവിടെയാണ് പിഴവ്? ഒരു നെഗറ്റീവ് പറയാൻ വേണ്ടേ? വെറുപ്പിക്കൽ പ്രോമാക്സ് അഭിനയമില്ല, പിന്നെ ക്രിഞ്ചായിട്ടുള്ള ഡയലോഗ്സ് ഇല്ല, പിന്നെ കണ്ടാൽ അറപ്പ് തോന്നുന്ന ഇറങ്ങി ഓടാൻ തോന്നുന്ന രീതിയിലുള്ള പാട്ടുകളില്ല, പിന്നെ എല്ലാം മ്യൂസിക്കിൻ്റെ പാട്ടിൻ്റെയൊക്കെ പ്ലേസ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിനും കറക്റ്റ് പ്ലേസ്മെൻറ്റ് വേറെ ഇല്ല. ഇനി അല്ലു അർജുൻ്റെ അഭിനയത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ പുള്ളി നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടാണല്ലോ ഇതിലേക്ക് അഭിനയിക്കാൻ വരുന്നത്. ഇതിൽ പുള്ളിക്ക് നാഷണൽ അവാർഡ് രണ്ടാമത്തെ തവണ കിട്ടുന്നുള്ളത് ഉറപ്പ്. ആ ലെവലിലാണ് അഭിനയം. അഴിഞ്ഞാടെന്ന് പറഞ്ഞാൽ പോരാ, ഉറഞ്ഞു തുള്ളൽ. കാന്താരൊന്നും അല്ലടാ, കാന്താരയ്ക്ക് എന്ത്, ഇതാണ് അഭിനയം. ഇതിലെ പുള്ളിയുടെ 2-3 സീനൊക്കെ ഉണ്ട്. ഒന്ന് നമ്മളുടെ ആ ടീസറിൽ വന്നിട്ടുള്ള കൃഷ്ണൻ്റെ വേഷം കേട്ടിട്ടുള്ള അവിടെയൊക്കെ ഒരു സീക്വൻസ് ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഉറഞ്ഞു തുള്ളിയിട്ട് അഭിനയിച്ച് മരിക്കുകയാണ് പുള്ളി. ഇതിൻ്റെ അപ്പുറം അതിന് പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അപ്പുറം പുള്ളിനെ ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല. അതിന് സുകുമാർ സാർ, നിങ്ങളുടെ ഡിറക്ഷൻ ഹാറ്റ്സ് ഓഫ് സാർ, ഹാറ്റ്സ് ഓഫ്. നിങ്ങൾ ഒരു എത്ര പെട്ടെന്ന് പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുക, ഹോളിവുഡിലേക്കൊക്കെ പോകണം സാർ. അവിടെ പോയിട്ട് ഈ ലെവൽ റൈറ്റിങ്സൊക്കെ, സുകുമാർ റൈറ്റിങ്സൊക്കെ പറഞ്ഞിട്ട് ബ്രാൻഡ് നെയിമൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ മാത്രം കണ്ട പോരാ സാർ പ്ലീസ് ഹോളിവുഡിലൊക്കെ പോകണം. അവിടെ പോയിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം. ഇതൊക്കെയാണ് പടം. ഉറഞ്ഞു തുള്ളൽ രണ്ടാമത്തെ പാട്ടുണ്ട് ക്ലൈമാക്സിൽ. പുള്ളി അല്ലുടെ കയ്യും കാലും എന്നല്ല അഭിനയിക്കണത്, പല്ലും നഖവും നാവും തൊട്ട് അഭിനയിക്കുകയാണ്. ഇതിൽ അഭിനയിച്ച് മരിക്കുകയാണ്. ആ ലെവൽ. ഇതിനൊക്കെ നാഷണൽ അവാർഡ് കിട്ടിയിട്ടില്ലെങ്കിൽ അയ്യോ, ആടുജീവിതത്തിലെ പൃഥ്വിരാജും തങ്കലാലിലെ വിക്രമിൻ്റെ അഭിനയമൊന്നുമല്ല. ഇതിന് നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് മോനെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്, ഇന്ത്യൻ സിനിമ ചരിത്രത്തിലെ അച്ചീവ്മെൻറ്റ്. ഫഹദിനൊക്കെ എങ്ങനെ മോനെ കാണിക്കണം. ഒരു കോമഡി പീസല്ല. പുള്ളിയുടെ ക്യാരക്ടറിനെ അവർ മറന്നേ പോയിട്ടില്ല. അതായത് സിനിമ തുടക്കം തൊട്ട് ഒടുക്കം വരെ ഫഹദൊക്കെ ഇങ്ങനെ നിറഞ്ഞ് തുള്ളി മരിക്കുകയാണ്. അഭിനയിച്ച് മരിക്കാൻ ഇതിലും വലിയൊരു അവസരം പുള്ളിക്ക് കിട്ടാനില്ല. പിന്നെ മോനെ വേറൊരു കിടില അഭിനേത്രിയുണ്ട്, രശ്മിക മന്ദാന. ഇങ്ങനെയൊക്കെ അഭിനയിക്കണം. ബാക്കി എല്ലാവരും വന്ന് കണ്ട് പഠിക്കണം മാഡം. ഇങ്ങനെയൊക്കെ അഭിനയിക്കണം. എജാതി അഭിനയം. എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത അഭിനയം. ചാച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് ഇതിൽ നാഷണൽ അവാർഡൊക്കെ കിട്ടുന്നു. ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചേച്ചിക്ക് ഇതിൽ നാഷണൽ അവാർഡ് ഉറപ്പാണ്. ഒരു സംശയം വേണ്ട. പുഷ്പ 2 ദ റോളിന് 2 നാഷണൽ അവാർഡ്, ബെസ്റ്റ് ആക്ടർ ആൻഡ് ബെസ്റ്റ് ആക്ട്രസ്. ആ ലെവലിൽ ആക്ടിങ് ആൻഡ് ആ ലെവലിലുള്ള സ്ക്രീൻ പ്ലേ, ആ ലെവലിലുള്ള അഭിനയം. വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു തരി പോലും വെറുപ്പിച്ചിട്ടില്ല. ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നു ഞാൻ ആലോചിക്കുന്നത്. ഞാൻ തലയിലൊക്കെ കൈവച്ച് പോയി. രശ്മിക ചേച്ചി, എന്താ അഭിനയം! അയ്യോ, ഒരു രക്ഷയില്ലാത്ത അഭിനയം. നാഷണൽ അവാർഡ് കൺഫേം. ഒരു ടിപ്പിക്കലായിട്ടുള്ള തെലുങ്ക് പടത്തിൻ്റെ ഒരു ടച്ചും ഇല്ലാത്തൊരു പടം. അതായത് ആ രീതിയിലുള്ള കഥയും സ്ക്രീൻ പ്ലേ ആണ്. സ്ക്രീൻ പ്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സീനും അടുത്ത സീനും തമ്മിലുള്ള കണക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കണക്ഷൻ കിട്ടിയിട്ട് അത് ഓരോ സീനും ഇങ്ങനെ കിടക്കുകയാണ്, കണക്ട് ചെയ്ത്. ഓപ്പണിങ് സീനിലൊരു സീനുണ്ട്. ആ സീനൊക്കെ എങ്ങനെയൊക്കെയാണ് കണക്റ്റ് ആവുന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ആ ലെവലിലുള്ള സ്ക്രീൻ പ്ലേയും സ്റ്റോറിയും. ഡിറക്ഷനെ ഞാൻ പറഞ്ഞല്ലോ, പുള്ളി ഇവിടെ നിന്ന് നിൽക്കേണ്ട ആളല്ല. സുകുമാർ സാർ, നിങ്ങൾ ഇവിടെ നിന്ന് നിൽക്കേണ്ട ആളല്ല. ഒരു നല്ല പടത്തിൻ്റെ ഒന്നാം ഭാഗത്തിൻ്റെ ഒരു നല്ലൊരു പടം ഒന്നാം ഭാഗം, അതിന് മുകളിൽ ഒരു രണ്ടാം ഭാഗം ഇങ്ങനെയൊക്കെ എടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ സാർ ഇതിന് വേണ്ടിയിട്ടായിരുന്നല്ലേ KGF ഒക്കെ കണ്ടപ്പോൾ പുള്ളി സ്ക്രിപ്റ്റൊക്കെ നിർത്തിവെച്ച്, അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഒക്കെ നിർത്തി വെച്ചിരുന്നത്. അതൊക്കെ എന്തിനാണെന്ന് കണ്ടറിയാം. ആ ലെവലിൽ ഇത്രയും ടൈം എടുത്തിട്ട് സാറിന് ഇത്രയും കിട്ടിയുള്ളൂ. ഇതൊന്നും പോരാ സാർ. ഇതിന് മുകളിലേക്ക് എന്നും വരണം സാർ. ഇതിന് മുകളിലേക്കാണ് സാറിൻ്റെ റൈറ്റിംഗ് സ്കിൽസ് അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ സ്കിൽസ്. ഒരു രക്ഷയില്ല. പുള്ളി ഇതിനൊക്കെ KGF 2 കണ്ടിട്ട് നമുക്കറിയാമല്ലോ, ആ സമയത്ത് ആ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് നിർത്തിവെച്ച് സ്ക്രീൻ പ്ലേ വീണ്ടും എഴുതുകയാണ്. പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് റിക്രൂട്ട് ചെയ്തിട്ടൊക്കെ സ്ക്രീൻ പ്ലേ എഴുതിപ്പിച്ചിട്ട് എടുത്ത പടമാണ്. മറ്റേ ജയിലറിലൊക്കെ പുള്ളി പറഞ്ഞിട്ടില്ലേ, അത് തന്നെ ആ ഡയലോഗ്, വേർത്ത് വർമ്മ വേർത്ത്. പിന്നെയാണ് അവിടെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കയറിട്ട് വലിയെന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയില്ല. പിന്നെ കാലെടുത്ത് വെക്കുമ്പം തൊട്ട്, ഒരു സാരിയുടെ തുമ്പെടുത്ത് പൊന്തിക്കുമ്പം തൊട്ട്, അല്ലെങ്കിൽ ഒരു നോട്ടത്തിൽ തൊട്ട് കാറ്റൊക്കെ ഇങ്ങനെ പറക്കുന്നൊരു പരിപാടിയില്ല.
ആ ലെവലിൽ പെർഫെക്ഷനിലാണ് ഫൈറ്റ് സീക്വൻസ് ഒക്കെ എടുത്തു വെച്ചേക്കണത്. അതായത് പറന്നിട്ടും കിടന്നിട്ടൊന്നും ഒരു പരിപാടിയില്ല. അങ്ങനത്തെ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഗ്രാവിറ്റീനെ മറന്നിട്ടുള്ള ലോജിക്കിനെ എടുത്തു വെച്ചിട്ടുള്ള ഒരു പരിപാടിയില്ല. ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നമ്മളിങ്ങനെ രോമാഞ്ചം കൊള്ളുന്ന രീതിയിലുള്ള ഫൈറ്റ്, അയ്യോ. അതുപോലെ ക്ലൈമാക്സും എൻഡിങ് എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ എൻഡ് ചെയ്യിക്കണം. ഒരു പടമൊക്കെ ഇങ്ങനെ എൻഡ് ചെയ്യിക്കണം. ഒരു സീരിയൽ ലെവലാന്ന് പറയില്ല. സിനിമാറ്റിക് എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചാത് സിനിമാറ്റിക് എൻഡിങ് ഒക്കെയാണ് സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. സീരിയൽ എന്ന് പറയത്തേ ഇല്ല. സീരിയൽ ലെവലുള്ള ഒരു ഇമോഷനും ഇല്ല, ഒരു കുടുംബ പാസും ഇല്ല. പാസ് എന്ന് പറഞ്ഞ സാധനം സിനിമയിലില്ല. ഞാൻ ഞെട്ടിപ്പോയി, എങ്ങനെയൊക്കെ ഇങ്ങനെ പാസ് ഇല്ലാണ്ട് ഒരു സിനിമ എടുക്കാൻ പറ്റുന്നത്. ടൈലൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ KGF-ൻ്റെ ടൈലൻ്റൊക്കെ എന്ത്, ഇതൊക്കെയാണ് ടൈലൻ്റ്. അയ്യോ, പുഷ്പ 3 ഉണ്ട് ഇനി വരുന്നത്, റാംപേജ്, പുഷ്പ 3 ദ റാംപേജ് ഒക്കെ ടൈറ്റിലൊക്കെ കാണിച്ചു. എന്തായാലും ഒരു വരവ് കൂടി അണ്ണം വരുന്നത് എന്നെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. തിയേറ്ററിനൊക്കെ ആൾക്കാർ ഇമോഷണൽ സീനിലൊക്കെ കരഞ്ഞ് മെഴുകാണ്. അത്രയും കിടിലായിട്ടാണ് അത് കണക്ട് ചെയ്യുന്നത്. ഇമോഷണൽ സീനൊക്കെ ആൾക്കാർ എന്താ കരയാൽ ഇങ്ങനെയൊക്കെ കരയാൻ പാടുണ്ടോ ഇമോഷണൽ സീനൊക്കെ കണ്ടിട്ട്? ഒയ്യോ, ഞാനും കരഞ്ഞു പോയി. കരഞ്ഞ് പിന്നെ അവസാനം കണ്ണിന്ന് വെള്ളം വന്ന് മതിയായി. ക്ലൈമാക്സിലൊരു ഫൈറ്റ് സീനൊക്കെ ഉണ്ടടേ, എൻ്റെ മോനെ. അതേ പറഞ്ഞ പുള്ളിയുടെ നാവ് എന്താണ് വായടക്കം അഭിനയിക്കുകയാണ്. കയ്യും കാലൊക്കെ അഭിനയിക്കുന്നത് നിന്നപ്പോൾ വായും നാവും പല്ലൊക്കെ കിടന്ന് അഭിനയിച്ച് മരിക്കുകയാണ് ആ ലെവലിൽ. ഇതിനൊക്കെ നാഷണൽ അവാർഡ് കൊടുക്കണം സാർ. ജൂറി ആരൊക്കെയാണ് ജൂറി എങ്കിലും ഇതിനൊക്കെ കൊടുക്കണം സാർ. ഒന്ന് അല്ലു അർജുന്, ഒന്ന് രശ്മിക മന്ദാനയ്ക്ക്, 2 പേർക്കും നാഷണൽ അവാർഡ് കിട്ടണം സാർ. അങ്ങനെ എല്ലാ മേഖലയിലും 10ൽ 100 മാർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കിഡിലോസ്കി പടം, അതാണ് പുഷ്പ 2 ദ റൂൾ, വൈൽഡ് ഫയർ. ഇത് നാഷണൽ ഒന്നല്ല, ഇൻ്റർനാഷണൽ. പുഷ്പ ഇപ്പോൾ ഇൻ്റർനാഷണൽ. ഇത് ഇൻ്റർനാഷണൽ ഒന്നും നിൽക്കില്ല, 2000 കോടിക്കൊന്നും ഇത് നിൽക്കില്ല. ഇതൊക്കെ ബാക്കിയുള്ള ബാഹുബലിയും KGF ഒക്കെ എന്ത്, ഇതാണ് പടം, ഇതൊക്കെയാണ് പടം. ഇതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണേണ്ട പടം. അപ്പോൾ പടം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണടേ.